വധശിക്ഷ ഉണ്ടാവും എന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ തള്ളിപ്പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത്. സർഹാൻ ഷംസാൻ അൽ ബിസ്വാബി, അദ്ദേഹം യമൻ ആക്ടിവിസ്റ്റ് ആണ്. അദ്ദേഹം വധശിക്ഷ വേണം എന്നാവശ്യപ്പെട്ടിരുന്നയാളാണ്. പക്ഷേ ഈ വീഡിയോയിൽ പറയുന്നത് അവിടെ ഒരു ധാരണയായിട്ടുണ്ട്, വധശിക്ഷ വേണ്ട എന്ന്. സൂഫി പണ്ഡിതനുമായുള്ള ചർച്ചയിലാണ് അങ്ങനെ ഒരു ധാരണയായത്. വധശിക്ഷ വേണമെന്നാണ് തൻ്റെ ആഗ്രഹം, പക്ഷേ അത് നടപ്പിലാവുകയില്ല എന്നാണ് പറയുന്നത്. അതായത് തലാലിൻ്റെ സഹോദരൻ, കൊല്ലപ്പെട്ടയാളുടെ സഹോദരൻ പറയുന്നത് വധശിക്ഷ നടപ്പാകും എന്നാണ്, അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്നാണ്. ചർച്ചകളൊന്നും ഇല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനെ ഖണ്ഡിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സർഹാൻ ഷംസാൻ അൽ ബിസ്വാബിയുടെ ഈ വീഡിയോ വരുന്നത്. ഇപ്പോൾ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധിയായ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ സുഭാഷ് ചന്ദ്രൻ, ഇതിപ്പോൾ സ്ഥിരീകരിക്കുന്ന വാർത്തകൾ നേരത്തെയും ഉണ്ടായിരുന്നു, അത് കാന്തപുരത്തിന്റെ ഓഫീസ് തന്നെ സ്ഥിരീകരിച്ചതാണ്. പക്ഷേ എതിർ പ്രചാരണങ്ങൾ ശക്തമായിരുന്നുവല്ലോ. ഇപ്പോൾ തലാൽ ആക്ഷൻ കൗൺസിൽ തന്നെ ഇങ്ങനെ സ്ഥിരീകരണം നടത്തുമ്പോൾ പിന്നെ അതിൽ ഒരു സംശയത്തിനും ഇടയില്ലല്ലോ. മഞ്ജുഷ്, തീർച്ചയായും താങ്കൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തലാലിന്റെ സഹോദരന്റെ നിരവധി ഫേസ്ബുക്ക് പോസ്റ്റുകൾ വരുന്ന സമയത്ത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ വ്യക്തിപരമായി ബന്ധപ്പെട്ടിരുന്നതാണ്. അന്നെല്ലാം ഞങ്ങൾ സ്വീകരിച്ചിരുന്ന നിലപാട് ഇതിനകത്ത് ഞങ്ങൾക്ക് കൂടുതലായൊന്നും പറയാനില്ല. കാരണം ഞങ്ങൾ വളരെ കൃത്യമായി ബഹുമാനപ്പെട്ട കാന്തപുരത്തിന്റെ ഓഫീസാണെങ്കിലും നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലാണെങ്കിലും ആ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടാണ്. ഞങ്ങൾക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ മാധ്യമങ്ങളിലൂടെ തുറന്നു പറഞ്ഞിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ നടക്കുകയും ആ ചർച്ചകളുടെ ഭാഗമായി നിമിഷപ്രിയയുടെ വധശിക്ഷ വേണ്ടെന്ന് വെക്കുന്ന തീരുമാനത്തിലേക്ക് അവിടെ ഒരു തീരുമാനം എത്തിയിട്ടുണ്ട് എന്നും അക്കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ചില സാങ്കേതികമായുള്ള ചില തടസ്സങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. സ്വാഭാവികമായും നമുക്കറിയാം ഇതിനകത്ത് ഇപ്പോൾ 2-3 ഗ്രൂപ്പുകൾ ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലും കാന്തപുരവും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ കാര്യങ്ങൾ നടത്തുന്നു. ഞങ്ങളുടെ ഇടപെടലിന്റെ ഭാഗമായി കാന്തപുരത്തിന്റെയും സൂഫി പണ്ഡിതന്മാരുടെയും ഇടപെടലിന്റെ ഭാഗമായി ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ ഉൾപ്പെടെയുള്ള താൽക്കാലികമായി നീട്ടിവെക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിരിക്കുന്നു. ഇപ്പോൾ വധശിക്ഷ വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അതേസമയം ഇതിനിടയ്ക്ക് നേരത്തെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഇപ്പോൾ നിമിഷയുടെ അമ്മ ഉൾപ്പെടെയുള്ള ആളുകളുള്ള ഈ പറയുന്ന സാമുവൽ ജോറാം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കൂടെയാണുള്ളത്. അപ്പൊ സ്വാഭാവികമായും ഈ കാര്യങ്ങൾക്കകത്ത് ഒരു എൻഡോഴ്സ്മെന്റ്, ഈ കാര്യങ്ങൾക്കകത്ത് ചർച്ച ചെയ്ത് ഇക്കാര്യങ്ങൾ ഒപ്പിടേണ്ടതും മറ്റു കാര്യങ്ങളും കുടുംബങ്ങൾ തമ്മിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായും അമ്മ മറ്റൊരു വിഭാഗത്തിന്റെ കൈകളിലാണ് എന്നുള്ളത് കൊണ്ടുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനകത്ത് പൂർണ്ണമായും ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു, ഞങ്ങൾ അക്കാര്യം കേരളീയ സമൂഹത്തിന് മുമ്പിൽ ശ്രീ കാന്തപുരം തന്നെ ഒരു ഒരു ഇംഗ്ലീഷ് മാധ്യമത്തോട് അഭിമുഖത്തിലൂടെ വ്യക്തമാക്കിയതാണ്. പക്ഷെ ആ സമയത്തും അതിനെ ഖണ്ഡിച്ചുകൊണ്ട് എതിർവാദങ്ങൾ വരികയാണല്ലോ ശ്രീ സുഭാഷ് ചന്ദ്രൻ. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഇപ്പോഴും അങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്? മഞ്ജുഷ്, തീർച്ചയായും ഏറ്റവും നമ്മുടെ ഈ കാര്യങ്ങളുടെ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ പലപ്പോഴും ന്യൂസ് 18 ഉൾപ്പെടെ ഞാൻ വന്ന് ചർച്ച ചെയ്ത് നിങ്ങളുടെ 8 മണിക്കുള്ള ബുള്ളറ്റിനകത്ത് നമ്മൾ 1-2 ദിവസങ്ങൾ ചർച്ച ചെയ്തതാണ്. എങ്ങനെയാണ് കേരളീയ സമൂഹം അല്ലെങ്കിൽ ഒരു മലയാളി പെൺകുട്ടിയുടെ വധശിക്ഷയോട് ഒരു വിഭാഗം, ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി പ്രതികരിക്കുന്നത്? അത്രയ്ക്ക് വളരെ മോശമായ രീതിയിൽ അവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കണം എന്ന രീതിയിൽ അവർക്ക് വധശിക്ഷയിൽ നിന്ന് മരണത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള അവസരം ഉണ്ടാകുന്ന സമയത്ത് പോലും അതിനെതിരെ കല്ലെറിയുന്ന ഒരു പറ്റം ആളുകളുള്ള ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറുന്നു. അത്തരത്തിലുള്ള നിലപാടെടുത്തിരുന്ന ആൾ തന്നെയാണ് സ്വാഭാവികമായും തലാലിന്റെ കുടുംബം എന്ന് പറയുന്നത്, തലാലിന്റെ സഹോദരൻ എന്ന് പറയുന്നത് ഇതിനകത്ത് വളരെ ദുഃഖം അനുഭവിച്ചിട്ടുള്ള അദ്ദേഹം ഇതിനകത്തൊരു വിക്ടിമാണ്. അദ്ദേഹം അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. തുടക്കം മുതൽ അദ്ദേഹത്തിന്റെ നിലപാട് അത് തന്നെയായിരുന്നു, ഇപ്പോഴും അദ്ദേഹത്തിന്റെ നിലപാട് അത് തന്നെയാണ്. തുടർച്ചയായി അദ്ദേഹം സോഷ്യൽ മീഡിയയിലും മറ്റ് മാധ്യമങ്ങളിലൂടെ എല്ലാം ഇക്കാര്യങ്ങൾ പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിരുന്ന ഒരാളുമാണ്. പക്ഷെ തനിക്ക് കേരളീയ സമൂഹത്തിനകത്ത്, നിമിഷയുടെ സമൂഹത്തിനകത്ത് വലിയ രീതിയിലുള്ള പ്രാധാന്യം ലഭിക്കുന്നെന്ന് തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായി അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തെ സഹായിക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനകത്ത് ഇടപെടുകയും അവർ ഇദ്ദേഹത്തിന്റെ ഇത്തരം പോസ്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുകയും അത് നിരന്തരമായി മാധ്യമങ്ങളിൽ എത്തിക്കുകയും അറ്റോർണി ജനറലിനെ കണ്ടു, വധശിക്ഷയ്ക്ക് പുതിയ തീയതി നിശ്ചയിക്കാൻ ആവശ്യപ്പെട്ടു. ഇതൊക്കെ എന്താണ്? അതൊക്കെ വസ്തുതയുള്ള കാര്യങ്ങളായിരുന്നോ? സ്വാഭാവികമായും മഞ്ജുഷ്, അദ്ദേഹത്തിന് ഈ വിക്ടിമിന്റെ ബന്ധു എന്ന രീതിയിൽ, സഹോദരൻ എന്ന രീതിയിൽ പൂർണ്ണമായ അവകാശമുണ്ട്. അതാണ് ഞങ്ങൾ പറയുന്നത്. അദ്ദേഹം അത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് തന്നെ അക്കാര്യത്തിനകത്തൊരു തീരുമാനം അവിടെ ആയിട്ടുണ്ട്. ആ കാര്യങ്ങൾക്കകത്തുള്ള ഒരു തീരുമാനം അവിടെ ആയിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം ഉൾപ്പെടെയുള്ള ആളുകൾ കേരളീയ സമൂഹത്തോട് മാധ്യമങ്ങളിലൂടെ വന്ന് പറയുകയും അത് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ശരിവെക്കുകയും ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് അവസാന നിമിഷം അവിടുന്ന് മോചിതയായി തിരിച്ചു വരുന്നത് വരെ, അതല്ലെങ്കിൽ വധശിക്ഷയിൽ നിന്ന് മോചിതയാകുന്നത് വരെ അദ്ദേഹത്തിന് ഈ നിലപാടെടുക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം. പക്ഷെ അവിടെ ഈ തലാലിന്റെ കുടുംബത്തോടൊപ്പം നിന്ന ആളുകൾ, അതായത് ഈ ആക്ടിവിസ്റ്റുകൾക്കൊക്കെ, ഇപ്പോൾ ഈ കാണുന്ന അൽ ബിസ്വാബി, ഇദ്ദേഹത്തിനൊക്കെ ഇപ്പോൾ കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ ഇത്തരത്തിലൊരു വീഡിയോ അദ്ദേഹം പുറത്തുവിടുന്നത്. ഇനി അങ്ങനെ വധശിക്ഷയ്ക്ക് വേണ്ടി അവിടെ വാദിച്ചിട്ട് കാര്യമില്ല, തലാലിന്റെ കുടുംബം സമ്മതിച്ചു കഴിഞ്ഞു, വധശിക്ഷ ഒഴിവാക്കി കൊടുക്കാമെന്ന്, അല്ലേ? അതായിരിക്കുമല്ലോ.
തീർച്ചയായും മഞ്ജുഷ്, അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ അല്ലെങ്കിൽ കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ചയിലധികമായി നിരന്തരമായി തലാലിന്റെ സഹോദരന്റെ വീഡിയോകൾ വന്നിട്ട് പോലും ഞങ്ങൾ പ്രതികരിക്കാതിരുന്നിട്ടും ഇപ്പോൾ ഒടുവിൽ ഇദ്ദേഹത്തിന്റെ ഈ സർഫാന്റെ വീഡിയോ വരുന്ന സമയത്ത് അക്കാര്യങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്തത് കേരളീയ സമൂഹത്തിനകത്ത് മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ നിൽക്കുന്ന ചില ആശങ്കകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില തെറ്റിദ്ധാരണകൾ ദൂരീകരിക്കണം എന്നുള്ളതിന്റെ ഭാഗമായാണ് ഞങ്ങളത് പൊതുസമൂഹത്തിന് മുമ്പിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇനിയെങ്കിലും ഇത്തരത്തിൽ, കാരണം സ്വാഭാവികമായും അദ്ദേഹത്തിന് അക്കാര്യം പറയാനുള്ള അവകാശമുണ്ട് എന്ന് ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു. അദ്ദേഹത്തിന് അക്കാര്യത്തിനകത്ത് നിലപാടെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇതിനകത്ത് നമ്മൾ വസ്തുതാപരമായി മനസ്സിലാക്കേണ്ടത് ഇക്കാര്യങ്ങൾക്കകത്ത് ഒരു തീരുമാനമായിട്ടുണ്ട്. ആ തീരുമാനമായി എന്നുള്ള കാര്യം ഇപ്പോൾ ഈ തലാൽ ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധിയായിരുന്ന വ്യക്തി തന്നെ ഇപ്പോൾ പൊതുസമൂഹം മുമ്പാകെ പറയുന്നു. അദ്ദേഹം തന്നെ ഒരു ഫേസ്ബുക്ക് ലൈവിനകത്ത് വന്ന് പറയുന്നു. അപ്പോൾ അക്കാര്യങ്ങൾക്കകത്ത് ഇനിയും ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. അത് അടിയന്തരമായി പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഓരോ വിഷയങ്ങൾക്കകത്തും വന്ന് മറുപടി പറഞ്ഞ് ഇതൊരു ശരിയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു കുറേയേറെ വ്യാജ പ്രചാരണങ്ങൾ നടക്കുന്നുകൊണ്ടാണ് താങ്കളെ നേരിട്ട് വിളിച്ചത്. അത് മാത്രമല്ല, ഇപ്പോൾ യമൻ ആക്ടിവിസ്റ്റ് തന്നെ കൊല്ലപ്പെട്ട തലാലുമായി ആഭിമുഖ്യം പുലർത്തുന്ന, അദ്ദേഹത്തിന് തലാലിന് നീതി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന, അവിടെ വധശിക്ഷ നടപ്പിലാക്കണം നിമിഷപ്രിയയുടെ എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയാണ് അവിടെ വധശിക്ഷ റദ്ദായിട്ടുണ്ട്, അങ്ങനെ ഒരു ധാരണ ഉണ്ടായതായി ഇപ്പോൾ പരസ്യമായി പറയുന്നത്. അങ്ങനെ കാന്തപുരത്തിൻ്റെ ഓഫീസ് അവിടെ സൂഫി പണ്ഡിതനുമായി ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് ഏർപ്പെട്ടത്, അവിടെ നിന്ന് തലാലിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടത്, ഇക്കാര്യത്തിലെ മധ്യസ്ഥ ചർച്ച വിജയിച്ചു എന്നതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഇത്. നേരത്തെ കാന്തപുരത്തിൻ്റെ ഓഫീസ് ഇക്കാര്യം പറഞ്ഞതാണ്. പക്ഷേ അതിനെതിരെ കുറേയേറെ പ്രചാരണങ്ങൾ നടന്നിരുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദായിട്ടില്ല എന്ന കാര്യം വന്നിരുന്നു. തലാലിൻ്റെ സഹോദരൻ വധശിക്ഷ നടപ്പാക്കി കിട്ടണം എന്നാവശ്യപ്പെട്ട് വീണ്ടും കോടതിയെ സമീപിച്ചു എന്ന കാര്യം വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ തലാൽ ആക്ഷൻ കൗൺസിൽ തന്നെ പറയുകയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദായിട്ടുണ്ട്, ഇനി അതിന് കോടതിയുടെ നടപടിക്രമങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ.